വളരെ മനോഹരമായ പൂന്തോട്ടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട് മലപ്പുറത്ത്. പതിവ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വർണ്ണം വിതറും കാഴ്ചകളുള്ള ഒരു അമരമ്പലം അമ്പലക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രം. ഉദ്യാനത്തിന് നടുവിലുള്ള സുബ്രഹ്മണ്യനെ കാണാൻ ദിവസേന നൂറുകണക്കിന് പേരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. തെച്ചിയും തുളസിയും ചെമ്പരത്തിയും ഉൾപ്പെടെ പൂജാപുഷ്പങ്ങൾ നമ്മുടെ ക്ഷേത്രമുറ്റങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ പൂജാപുഷ്പങ്ങൾക്കൊപ്പം ക്ഷേത്രമുറ്റമാകെ അലങ്കാര ചെടികൾ നട്ടുനനച്ച് വളർത്തി ഭംഗി കൂട്ടിയിരിക്കുകയാണ് അമരമ്പലത്തെ അമ്പലക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രമുറ്റം. ബാലസുബ്രഹ്മണ്യനാണ് മുഖ്യപ്രതിഷ്ഠ. കന്നിമൂലയിൽ ഗണപതിയും ചുറ്റമ്പലത്തിന് പുറത്ത് വനദുർഗയും ഗോശാലകൃഷ്ണനും ശാസ്താവും ഉപദേവതകളായി ആരാധിക്കുന്നുണ്ട്. പ്രദക്ഷിണം ചെയ്യുന്ന വഴിക്ക് രണ്ടു വശവും ബഹുവർണ്ണ പൂക്കളും ഇലകളുമായി നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തെ മനോഹരമാക്കാനുള്ള പരിപാലനം ജീവനക്കാരൻ സുരേഷിനാണ്. ചെടികൾ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ തൊഴുകാൻ വരുന്ന ആളുകൾക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ആ സന്തോഷം കാണുമ്പോൾ എനിക്ക് അതിലേറെ ഒരു സന്തോഷമായി. അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ ഉദിച്ചു, ഇങ്ങനെ ഒരു എവിടെയില്ല അങ്ങനത്തെ ഒരു പൂന്തോട്ടമൊന്നും. അങ്ങനത്തെ ഒരു പൂന്തോട്ടം ഇവിടെ ഉണ്ടാക്കിയാൽ അത് ജനശ്രദ്ധ ആകർഷിക്കും, അത് ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഞാൻ അത്ര ഒരു ചെടി ഇവിടെ നിർമ്മിക്കാൻ ഇടയായ സാഹചര്യം. ധനുമാസത്തിലെ അശ്വതി നാളിൽ നടക്കുന്ന അശ്വതി മഹോത്സവവും മകരത്തിലെ പുണർന്ന നാളിൽ നടക്കുന്ന പ്രതിഷ്ഠാ ദിനവും മകരത്തിലെ തൈപ്പൂയവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. പ്രതിഷ്ഠ ബാലഭാവത്തിലായതിനാൽ ചെണ്ടമേളം, ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് തുടങ്ങിയവ ക്ഷേത്രത്തിനകത്ത് നടത്താൻ പാടില്ല എന്നാണ് വിശ്വാസം. നിലമ്പൂരിൽ വാണിയമ്പലത്തെത്തി ഉള്ളാട് സ്കൂളിന് എതിർവശത്ത് നിന്ന് 1/2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉദ്യാനത്തിന് നടുവിലുള്ള സുബ്രഹ്മണ്യനെ ദർശിച്ചു മടങ്ങാം. ന്യൂസ് മലയാളം, മലപ്പുറം.